ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. എന്നാ പിന്നെ കോടതിയെ പിരിച്ചുവിടാം അല്ലേ? പാമ്പ്ളാനി പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വൈദിക യോഗത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ കോട്ട് ചെയ്തത്. പാമ്പ്ളാനി പിതാവിൻ്റെ തലയിൽ ഇടിവെട്ടേറ്റതുപോലെയുള്ള സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ വിധി മറികടക്കാൻ, ആ വിധി നടപ്പാക്കാതിരിക്കാൻ കുറുക്കുവഴികൾ ആലോചിച്ചത് ഈ അനധികൃതമായി കൂടിയ വൈദിക യോഗത്തിലാണ്. തെറ്റായ ഉപദേശം, കുറുക്കുവഴികൾ, അതായത് മണവാളനെ ബസിലിക്കയുടെ വൈദിക മന്ദിരത്തിൽ നിന്ന് ഒഴിപ്പിക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് സീറോ മലബാർ സഭയുടെ സ്പെഷ്യൽ ട്രിബ്യൂണലാണ്. വേണമെങ്കിൽ പോലീസ് സഹായം തേടിയിട്ടും ബലം ഉപയോഗിച്ചും മണവാളനെ ബസിലിക്കയിൽ നിന്ന് പുറത്താക്കണം, വൈദിക മന്ദിരത്തിൽ നിന്ന് പുറത്താക്കണം എന്നായിരുന്നു വിധി. നമ്മൾ ആ വിധി മൊത്തത്തിൽ ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. ഇത് നടപ്പാക്കേണ്ടത് സീറോ മലബാർ സഭയുടെ തലവനായ മേജർ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം തന്നെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചാർജുള്ള മെത്രാൻ. അദ്ദേഹമോ അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാനായ പാമ്പ്ളാനി പിതാവോ ആണ്. ജൂൺ 22 മുമ്പ് നടപ്പാക്കുകയും അക്കാര്യം ട്രിബ്യൂണലിനെ അറിയിക്കുകയും വേണമെന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു വിധിയായിരുന്നു ഈ സ്പെഷ്യൽ ട്രിബ്യൂണൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം ജൂൺ 5 അനധികൃതമായി കൂടിയ വൈദിക യോഗത്തിൽ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിൻ്റെ വിധിയെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്ന് ചർച്ച ചെയ്തു. വിധി നടപ്പാക്കാനല്ല, ഈ വിധി നടപ്പാക്കാതിരിക്കാൻ, വിധിയെ മറികടക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അധികാരികളായ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാമ്പ്ളാനി പിതാവും ഈ വൈദിക യോഗത്തിൽ, ആ വൈദിക യോഗം തന്നെ അനധികൃതമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ആ അനധികൃത യോഗത്തിൽ ചർച്ച ചെയ്യാണ് വിധി എങ്ങനെ നടപ്പാക്കാമെന്നല്ല, വിധി എങ്ങനെ മറികടക്കാം. അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? വിധി എങ്ങനെ നടപ്പാക്കുമെന്നല്ലേ ചിന്തിക്കേണ്ടത്. സർക്കാരിനെതിരെ ഒരു കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ഉടനെ കോടതിയെ പിരിച്ചുവിടുകയാണോ സർക്കാർ ചെയ്യുക? അതല്ലെങ്കിൽ ഏകഛത്രാധിപതികൾ ഭരിക്കുന്ന ദേശമായിരിക്കണം. ഇനി ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിന്റെ വിധി അപ്പീൽ പോകാൻ പറ്റാത്ത തരത്തിൽ പഴുതടച്ചുള്ളൊരു വിധിയാണ്. അപ്പൊ അപ്പീൽ പോകാൻ കഴിയില്ല. അപ്പോൾ ചോദിക്കുകയാണ്, ഈ വിധി നടപ്പാക്കാതിരിക്കാൻ മണവാളച്ചൻ അന്യായമായിട്ട് പണം ദുരുപയോഗം ചെയ്യുന്നു, അഴിമതി ചെയ്യുന്നു, ഓഫീസ് ദുരുപയോഗം ചെയ്യുന്നു, ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ ബലമായി പുറത്താക്കാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വിധി നടപ്പാക്കാതിരിക്കാനുള്ള വഴികൾ തേടുന്നു, കുറുക്ക വഴികൾ തേടുന്നു. തേടാൻ പാടില്ലാത്തതാണ്. അത് നടപ്പാക്കാനുള്ള വഴികളാണ് തേടേണ്ടിയിരുന്നത്. തീർന്നില്ല. ഉപദേശം തേടിയത് ആരോടാണ്? സസ്പെൻഷനിലായിരിക്കുന്ന, സഭാ നിയമം അനുസരിച്ച് കാനോനിക ശിക്ഷാ നടപടി നേരിടുന്ന ഒരു വൈദികനോട്. ആ വൈദികൻ അവിടെ ഹാജരുണ്ട്. അതുകൊണ്ടാണ് ആ സമ്മേളനം അനധികൃതമാണെന്ന് ഞാൻ പറഞ്ഞത്. സസ്പെൻഷനിലായിരിക്കുന്ന ഒരു വൈദികൻ, പല വൈദികരും സസ്പെൻഷനുള്ളവരാണ്, കൂതാശ വിലക്കുള്ളവർ. അങ്ങനെയുള്ളവരിരിക്കുന്നതിൽ അതിൽ സസ്പെൻഷനിലായിരിക്കുന്ന കാനോനിക ശിക്ഷാ നടപടികൾ നേരിടുന്ന ഒരു വൈദികനോടാണ് പാമ്പ്ളാനി പിതാവ് ഉപദേശം തേടിയത്. അത് തന്നെ തെറ്റ്. അയാളോടാണോ നിയമോപദേശം തേടേണ്ടത്? അവിടെ ശരിക്കുള്ള കാനൻ നിയമ വിദഗ്ധന്മാരുണ്ടായിരുന്നില്ലേ? അവരോടല്ലേ നിയമോപദേശം തേടേണ്ടത്? ഇനി ഈ സസ്പെൻഷനിലായിരിക്കുന്ന കാനോനിക ശിക്ഷാ നടപടികൾ നേരിടുന്ന വൈദികൻ കൊടുത്ത ഉപദേശം എന്താണ്? ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടുക. സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടുക. ഇതാണ് ഈ വിമത വൈദികര് ജൂൺ 20 കാണാമെന്ന് പറയുന്നത്. ജൂൺ 22 മുമ്പ് നടപ്പാക്കണമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ജൂൺ 20 മുമ്പ് സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടുക എന്ന ഒരു തീരുമാനം ഈ വൈദിക സമിതി എടുത്തിരിക്കുകയാണ്. അവിടെ അപ്പോൾ അധ്യക്ഷ വേദിയിലിരിക്കുന്ന ഈ മേജർ ആർച്ച് ബിഷപ്പും മേജർ ആർച്ച് ബിഷപ്പ് വികാരി മെത്രാൻ, മേജർ ആർച്ച് ബിഷപ്പ് ചിലപ്പോഴുള്ള വാതുറക്കുള്ളൂ, അദ്ദേഹത്തിന് വേണ്ടി വാതുറക്കുന്നത് മുഴുവൻ പാമ്പ്ളാനി പിതാവാണ്. ആ പാമ്പ്ളാനി പിതാവ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഈ തെറ്റായ ഉപദേശം നൽകിയ സസ്പെൻഷനിലായിരിക്കുന്ന ആ വൈദികന്റെ പ്രതികരണത്തോട് പാമ്പ്ളാനി പിതാവ് പ്രതിസ്പന്ദിച്ചത് ഇങ്ങനെയാണ്: എന്നാ ഈ സ്പെഷ്യൽ ട്രിബ്യൂണലിൽ അങ്ങ് പിരിച്ചുവിടാം അല്ലേ? എന്നാ ഈ സ്പെഷ്യൽ ട്രിബ്യൂണല്, ഈ കോടതി തന്നെ നമുക്ക് പിരിച്ചുവിടാമല്ലേ?
ഇങ്ങനെ ഒരു കോടതിയെ പിരിച്ചുവിടാൻ സാധിക്കുമോ? അങ്ങനെയാണോ കാനൂൺ നിയമം പറയുന്നത്? തോന്നും പോലെ കോടതികളെ പിരിച്ചുവിടുക. തെറ്റായൊരു വിധി, അതായത് തങ്ങൾക്ക് എതിരായൊരു വിധി വന്നാൽ, തെറ്റായ വിധിയല്ല, തങ്ങൾക്ക് എതിരായ വിധി വന്നാൽ ആ കോടതി തന്നെ പിരിച്ചുവിടുക. അതിനുള്ള ഉപദേശം സസ്പെൻഷനിലായിരിക്കുന്ന കാനൂനിക നടപടി നേരിടുന്ന ഒരു വൈദികൻ തന്നെ കൊടുക്കുക. ആ വൈദികൻ കൊടുത്ത തെറ്റായ ഉപദേശം, കുറുക്കു വഴികൾ, അത് സഭാ നേതൃത്വത്തിലിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി മെത്രാനും സ്വീകരിക്കുക. എന്നിട്ട് നിയമപ്രകാരം ചട്ടപ്രകാരം സ്ഥാപിച്ച സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടാനായിട്ട് തീരുമാനമെടുക്കുക. 22-ാം തീയതിക്കുള്ളിൽ ഈ കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നതിന് പകരം കോടതിയെ തന്നെ 20-ാം തീയതിക്കുള്ളിൽ പിരിച്ചുവിടുക. ലോകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും ഇത്? സകല നിയമങ്ങളും തെറ്റിക്കാനായിട്ടും സകല നിയമങ്ങളും അനുസരിക്കാതിരിക്കാനും എന്തെല്ലാം കുറുക്കുവഴികളും അധികാര ദുർവിനിയോഗവും ഉണ്ടെന്ന് പിന്നീട് പാഠപുസ്തകമായിട്ട് മാറും ഇപ്പോഴത്തെ തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും. കണ്ടോളൂ, നിങ്ങൾ എഴുതി വെച്ചോ, ഞാൻ രക്തങ്ങളുടെ എഴുതി ഒപ്പിട്ട് തരാം. നിയമപ്രകാരം നിലനിൽക്കാത്ത സമിതികൾ വിളിച്ചു ചേർക്കുക, സസ്പെൻഷനിലും ഡിസ്മിസിലും ആയിരിക്കുന്ന ആളുകളിൽ നിന്ന് കൂതാശ വിലക്കുള്ളവരെന്ന് തെറ്റായ ഉപദേശം സ്വീകരിക്കുക. ആ തെറ്റായ ഉപദേശം സ്വീകരിച്ചിട്ട് കാനൂൺ നിയമത്തെ മുഴുവൻ അട്ടിമറിച്ച് സ്പെഷ്യൽ ട്രിബ്യൂണലിനെ തന്നെ പിരിച്ചുവിടുക. സ്വേച്ഛാധിപതികളെ പോലെ പെരുമാറുന്ന 2 മെത്രാന്മാര് ഈ മേജർ ആർച്ച് ബിഷപ്പിനെയും അദ്ദേഹത്തിന്റെ വികാരി മെത്രാൻ പാമ്പ്ളാനി പിതാവിനെയും സംരക്ഷിക്കാനാണ് സീറോ മലബാർ സഭയിലെ പെർമനന്റ് സിനഡും മറ്റ് മെത്രാന്മാരും ശ്രമിക്കുന്നതെങ്കിൽ, ഞാനൊന്ന് ആവർത്തിക്കുക, ഇങ്ങനെ സകല കാനോൻ നിയമങ്ങളും അട്ടിമറിക്കുന്ന സ്വേച്ഛാധിപതികളെ പോലെ പെരുമാറുന്ന ഈ 2 മെത്രാന്മാരെ, തട്ടിൽ പിതാവിനെയും പാമ്പ്ളാനി പിതാവിനെയും സംരക്ഷിക്കാനാണ് മറ്റ് മെത്രാന്മാരും പെർമനന്റ് സിനഡ് മെത്രാന്മാരും ശ്രമിക്കുന്നതെങ്കിൽ, ഇല്ലേ, ഞങ്ങൾക്കൊരു കൂട്ടായ്മ വേണം, അത് പാപത്തിലും കൂട്ടായ്മ വേണം എന്നാണ് നിങ്ങൾ മെത്രാന്മാർ ചിന്തിക്കുന്നതെങ്കിൽ, ഞങ്ങൾക്ക് സഭാമക്കൾക്ക് വേറെ ചില വഴികൾ നോക്കേണ്ടി വരും. തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിൽ പണമില്ല, പദവിയില്ല, ഔദ്യോഗികമായിട്ടുള്ള ചാനലുകളില്ല, ഒന്നുമില്ല. പക്ഷെ എങ്കിലും ഞങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞങ്ങൾ ഞങ്ങളുടേതായ വഴിക്ക് ഈ തിന്മകൾക്കെതിരെ പ്രതികരിച്ചു കൊണ്ടിരിക്കും. അതെന്താണെന്നൊക്കെ വഴിയെ നിങ്ങൾക്ക് മെത്രാന്മാർക്ക് മനസ്സിലാകും, വിമത വൈദികർക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.